പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇക്കഴിഞ്ഞ മെയ് 25-നാണ് നമുക്കറിയാവുന്ന പോലെ MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ കേരള തീരത്തിന് സമീപം മുങ്ങിയത്. ഈ കപ്പലിലെ പല കണ്ടെയ്നറുകളിലും കടലിന്റെ ആവാസ വ്യവസ്ഥയെ വരെ തകിടം മറിക്കാൻ കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും മലിനീകരണ ഭീഷണിയൊന്നും നമ്മുടെ തീരങ്ങളിൽ നിന്ന് ഒഴിവായിട്ടില്ല. മാത്രമല്ല, ഈ തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞിരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇതുവരെ പൂർണ്ണമായി നീക്കാൻ പോലും സാധിച്ചിട്ടില്ല. അന്നുണ്ടായ ആ വലിയ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുൻപ് ബേപ്പൂർ തീരത്ത് നിന്ന് 163 കിലോമീറ്റർ അകലെയാണ് വാൻ ഹായ് 503 എന്ന കപ്പലിൽ തീപിടുത്തമുണ്ടായത്. അങ്ങനെ ആശങ്കയേറ്റുന്ന കാര്യം എന്തെന്നാൽ MSC എൽസയിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ രാസവസ്തുക്കളാണ് ഇപ്പോൾ കത്തിയമരുന്ന കപ്പലിലുള്ളത്. മത്സ്യസമ്പത്തിനുൾപ്പെടെ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ന്യൂസ് മലയാളം പരിശോധിക്കുകയാണ് അറബിക്കടലിൽ ആവർത്തിച്ചിട്ടുണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്ത്. നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ബേപ്പൂരിൽ നിന്ന് ലിനറ്റ്, കൊച്ചിയിൽ നിന്ന് ഷീന, കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നുണ്ട്. ആദ്യം ഷമീറിലേക്ക് പോവുകയാണ്. ഷമീർ, MSC എൽസ 3 കപ്പൽ മുങ്ങിയതിന് ശേഷം തീരത്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞ തീരങ്ങളിൽ ഒന്ന് കൊല്ലമായിരുന്നു. അതിൽ ആ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് മറ്റൊരു അപകടം കൂടി ഉണ്ടായത്. കൊല്ലത്തെ സംബന്ധിച്ച് ഇത് ട്രോളിംഗ് നിരോധനവും അങ്ങനത്തെ കാലങ്ങളാണെങ്കിൽ പോലും എത്രത്തോളമാണ് തീരദേശത്തെ ഈ കപ്പൽ അപകടം ബാധിച്ചിട്ടുള്ളത്? സേതുലക്ഷ്മി, വലിയ പ്രതിസന്ധിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കാലഘട്ടത്തുണ്ടായത്. 48 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അഴിഞ്ഞത്. അതിൽ 27 കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ ഇത്തരത്തിൽ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ തട്ടി കേടുപാടുകൾ, പ്രൊപ്പലറുകൾക്കും അതുപോലെ വലകൾക്കും ഒക്കെ കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെയ്നറിലുള്ള കാൽസ്യം കാർബൈഡ് കടലിലേക്ക് ഒഴുകി മത്സ്യങ്ങൾ മത്സ്യം കഴിക്കാൻ പാടില്ല തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾ നടത്തി മത്സ്യബന്ധന മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മത്സ്യമേഖലയ്ക്ക് ആകെ ദുരിതം സമ്മാനിച്ച ഒരു സമയമായിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖങ്ങളാണ് നീണ്ടകര, ശക്തികുളങ്ങര മേഖലകളൊക്കെ തന്നെ. അവിടെയൊക്കെ തന്നെ മത്സ്യം വാങ്ങാൻ വളരെ അധികം ആളുകൾ എത്തുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ ഈ ഒരു പ്രചരണം നടത്തിയതിനു ശേഷം മത്സ്യം വാങ്ങാൻ ആളുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലമാണ്. ഈ ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യബന്ധന മേഖലകൾക്കൊരു ഉത്സവകാലമാണ്. എന്നാൽ പക്ഷേ അവിടെയും ഈ വ്യാജ പ്രചരണങ്ങൾ അവരെയും ഏതാണ്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതാക്കര ഹാർബറിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധി വള്ളങ്ങൾ, ഏതാണ്ട് 4000-ലധികം വള്ളങ്ങൾ ഇവിടെ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു മേഖലയാണ്. ഇവിടെയും ഈ പ്രതിസന്ധി വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. ചേട്ടാ, ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ മത്സ്യം കഴിക്കാൻ പാടില്ല, നമ്മൾ കൊല്ലത്തെ മത്സ്യമാണ് ഏറ്റവും നല്ല മത്സ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രചരണങ്ങളിലൊക്കെ നിങ്ങൾ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. കാര്യം ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ പച്ച പിടിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ സംസാരങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇവിടെ മീൻ വലുതായിട്ട് വിലയൊന്നും നടക്കുന്നത്. കാര്യം സാധാരണ ഇങ്ങനെയല്ല, നമുക്കിവിടെ നിന്ന് തിരിയാനുള്ള സാഹചര്യം ഒന്നല്ല. ഇതിപ്പം വളരെ കുറവാണ് കച്ചവടക്കാരൊക്കെ. ഈ പ്രചരണം കാരണം വലുതായിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് വരും. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കൊല്ലത്തെ മത്സ്യം എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യം കൊല്ലത്ത് വരികയും ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ മത്സ്യം ആൾക്കാർ സുലഭമായി കഴിക്കുന്നു, കൊല്ലത്തെ മത്സ്യം എന്ന് പറഞ്ഞ്. പക്ഷേ നിലവിലിപ്പോൾ ഈ പരമ്പരാഗത ഹാർബറുകൾ, ഇപ്പം വാടിയായാലും മൂതാക്കരയായാലും നമ്മളെ ജോനകാപ്പുറമായാലും ഇവിടെയൊക്കെ ആളുകൾ കുറയുന്നൊരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്. കാര്യം എന്നാലും ഇവിടെ ഈ യാർമനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഫ്രഷ് മീനല്ലാതെ ഐസ് വെച്ചിട്ടുള്ള ഒരു മീൻ വന്നിട്ടില്ല. ഐസ് വെച്ചതോ കെമിക്കൽ ചേർത്തിട്ടുള്ള ഒരു മീനും വന്നിട്ടില്ല ഇവിടെ. പക്ഷേ ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന മീൻ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും ഇട്ടിട്ട് ഇവിടുത്തെ കച്ചവടങ്ങൾക്ക് മംഗലപ്പെടുത്തുന്നുണ്ട്. ഈ കടലിൽ കണ്ടെയ്നർ വീണ് അതിന് കടലിൽ നിന്ന് മത്സ്യം കഴിക്കാൻ പാടില്ല എന്നൊരു പ്രചരണമുണ്ട്. ആ പ്രചരണത്തിലാണ് വീണായിരുന്നു? എനിക്കറിയാം. ഈ കടലിൽ വീണ മത്സ്യം കഴിക്കാൻ പാടില്ല, കണ്ടെയ്നർ വീണു എന്ന് പറഞ്ഞ ഒരു പ്രചരണം നടന്നായിരുന്നു. അതിലിപ്പോൾ നിങ്ങൾ ആ പ്രചരണത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ചേട്ടാ, നമ്മളെ ഈ കടലിലെ മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ നടന്നിരുന്നു. ഇവിടെ മേടിക്കാൻ ആരും ഇല്ലേ? ഇല്ല. ആ പ്രചരണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവിടുത്തെ തിരക്ക് കണ്ടില്ലേ? ഈ കഷ്ടയെടുത്ത് ചോദിച്ചാൽ പറയും. ഈ പ്രചരണം, ഈ വ്യാജ പ്രചരണം മത്സ്യബന്ധന മേഖലയെ ആദ്യഘട്ടത്തിലൊക്കെ ബാധിച്ചു. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മന്ത്രി തന്നെ മത്സ്യം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. MP-മാർ വന്ന് മത്സ്യം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം മത്സ്യം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്, അല്ലേ? അതെ. ഈ മേഖല പ്രതിസന്ധി ഇപ്പോൾ എന്താണുള്ളത്? ഇപ്പോൾ
പ്രതിസന്ധി വീണ്ടും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ പിന്നോട്ട് മാറുകയാണ് ആ ഒരു സാഹചര്യം. എന്നാൽ ഇതിനകത്ത് ഒരു കാര്യവും ഇല്ലാൻ താനും. ആൾക്കാർ പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുക. വീണ്ടും വിഷമാണെന്നാണ് പറയുന്നത്. ഇതിനകത്തൊന്നും ഒന്നും ഇല്ലാൻ താനും. ഓക്കെ ഷമീർ, ഇവർ ഈ പറയുന്ന പോലെ ഈ നിരന്തരമായി ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ അത് ചെറിയ രീതിയിലെങ്കിലും ആശങ്ക പടർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന തൊഴിലാളികളെ അത് ബാധിക്കുന്നുണ്ട്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെ ബാധിക്കുന്നുണ്ട്. ഈ വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഈ മീൻ ഇതിലുള്ള രാസവസ്തുക്കൾ, മീൻ കഴിക്കരുത് തുടങ്ങിയ പ്രചരണങ്ങളൊക്കെ അതിശക്തി, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേനും പലപ്പോഴും ആളുകൾ അതിൽ നിന്നും പിന്നാക്കം പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നമുക്ക് നേരെ ബേപ്പൂരേക്ക് പോകാം. ലിനറ്റ് ഉണ്ട് കൂടെ. ലിനറ്റ്, ഈ MSC എൽസ 3 മുങ്ങിയതിന്റെ ആഘാതം, അത് മുങ്ങി സംസ്ഥാനം അതൊരു സംസ്ഥാന ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വാങ്ഹായ് 503 കത്തി, അതിന്റെ തീയും പൂർണ്ണമായിട്ടും അണയാൻ കഴിയില്ല. ഇതിലെ കാര്യം എന്തെന്ന് വെച്ചാൽ MSC എൽസ 3 ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് കണ്ടെയ്നറുകളാണ് അതിലുള്ളത്. അതിൽ നിന്ന് ഇപ്പോൾ കണ്ടെയ്നറുകൾ പലതും കത്തി കടലിലേക്ക് വീഴുന്നൊരു സാഹചര്യമുണ്ട്. അത് പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് കോഴിക്കോട്ടെ ഒരു അവസ്ഥ? ഈ ബേപ്പൂർ തീരത്തിന് മൈലുകൾക്കകലെ ഉണ്ടായ, കിലോമീറ്ററുകൾക്കകലെ ഉണ്ടായ ഈ കപ്പൽ അപകടം, ഈ ചരക്ക് കപ്പൽ കത്തിയ ദുരന്തം, അത് എത്രത്തോളമാണ് അവിടുത്തെ തീരത്തെ ബാധിച്ചിട്ടുള്ളത്? ചെയ്തു, ഇത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ബേപ്പൂർ ഹാർബർ പോലുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ബോട്ടുടമകളെയും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ, ഇപ്പോൾ തുടർച്ചയായ 2 കപ്പൽ അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? സംസ്ഥാനത്തുടനീളം മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. മത്സ്യത്തൊഴിലാളികൾ മൊത്തത്തിൽ വലിയൊരു ആശങ്ക തന്നെയാണ്. കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ് അതിൻ്റെ കണ്ടെയ്നർ കടലിൽ കിടക്കുന്നത്, ഇപ്പം നമ്മളെ കണ്ണൂർ കപ്പൽ മറിഞ്ഞ് അതിൻ്റെ കണ്ടെയ്നർ കടലിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് എന്ത് സംഭവിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ദുരൂഹത ഉണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. തുടക്ക സമയത്ത് ഈ മത്സ്യം കഴിക്കരുത്, രാസവസ്തുക്കളൊക്കെ തന്നെ കലരുന്നൊരു സാഹചര്യം, ഇതൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് ബാധിച്ചിട്ടുണ്ടോ നമ്മളെ? അത് ചെറിയ തോതിലെല്ലാം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊച്ചിയിലുള്ള ഒരു കപ്പൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പൊതുവെ മൊത്തത്തിലൊരു മത്സ്യം കഴിക്കരുതെന്നുള്ള ആളുകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രചരണം നടന്നിട്ട് അതിന് നമ്മളെ ഫിഷറീസ് മന്ത്രിയും മറ്റുള്ള ആളുകളെല്ലാം അതിങ്ങനെ ഏകദേശം കവർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും നമ്മൾ കണ്ണൂരൊക്കെ കപ്പൽ മാറിയത്. അപ്പോൾ മൊത്തത്തിൽ മത്സ്യം കഴിക്കരുതെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. മത്സ്യത്തിന് ഇതിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. പക്ഷേ കണ്ടെയ്നർ കടലിൽ വീഴുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അത് നമ്മളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് മത്സ്യം മുട്ട ഇട്ടുകൊണ്ട് ഈ കുട്ടികളുണ്ടാകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വരുന്നത്. ആ സമയത്ത് അതെങ്ങനെ ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത്. അത് നമ്മളെ ട്രോളിംഗ് ബോട്ടുകളെ വല്ലാതെ ബാധിക്കും. നമുക്ക് ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. ഇന്ന് 52 ദിവസം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്നാണ് ഒരു ആശങ്കയിലാണ് നമുക്കുള്ള. ആകെ നമ്മൾ മൊത്തത്തിൽ കടത്തിലാണ്. അപ്പോൾ സർക്കാർ ഉടൻ തന്നെ ഇതിനൊരു കേസിന് ഫയൽ ചെയ്യണം. ഞങ്ങൾ ഓൾ കേരള ഫിഷിംഗ് ബോട്ട് അസോസിയേഷൻ്റെ ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളെ കമ്മിറ്റി ഉടൻ തന്നെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഇതിന് നാമമാത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, അത് രാസവസ്തുക്കളൊക്കെ തന്നെ തീരത്തടിക്കുന്ന ഒരു സാഹചര്യം, ഇത് മത്സ്യത്തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും അത് വളരെ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് തീർച്ചയായിട്ടും ബാധിക്കുന്ന കേസാണ്. ഇപ്പോൾ 70 നോട്ടിക്കൽ മൈലാണ് ഇവിടെ ബേപ്പൂർ ഉള്ള കണ്ണൂർ ഭാഗത്തുള്ള 70 നോട്ടിക്കൽ. ഈ നോട്ടിക്കൽ ഈ കപ്പൽ രാസവസ്തു പോയി പോണ കപ്പലാണ്. അത് കത്തിയിട്ട് അത് വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീ അണക്ക ദൂരം കഴിഞ്ഞിട്ട് അത് വലിയൊരു ആശങ്കയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്കും വലിയൊരു ആശങ്കയുണ്ട്. കാരണം 2 കപ്പലായി ഇപ്പം കേരള തീരത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ ഇല്ല എന്നുള്ളത് സംശയത്തിന് നേരിലാണ് ഉള്ളത്. തുടക്ക സമയത്തൊക്കെ ഈ മത്സ്യം കഴിക്കരുത്, ഇത് കടലിൽ പടരുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവനയൊക്കെ തന്നെ വന്നിരുന്നു. അതിനെതിരെയുള്ള ക്യാമ്പയിനുകളും നടത്തിയിരുന്നു. ഇപ്പോഴും അത് തുടരുന്നൊരു സാഹചര്യം ഉണ്ടോ? രണ്ടാമത് ഇതുപോലെ ഒരു അപകടം ഉണ്ടായപ്പോൾ അത് തുടരുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അത് ചെറിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിനുള്ള പശ്ചാത്തലം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിൽ നടന്നപ്പോൾ ഞങ്ങൾ ഈ മാതൃഭൂമി മീഡിയയിലാണ് ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഷീന മാറ്റിട്ടുണ്ട്. ഷീന, ഈ പറഞ്ഞതുപോലെ 15 ദിവസത്തെ ഇടവേളയിൽ നമ്മുടെ തീരങ്ങൾക്ക് സമീപം ഉണ്ടായത് 2 കപ്പൽ അപകടം, 2 ചരക്ക് കപ്പലുകളാണ് കത്തിയമർന്നത്. അത് ഒരു ചരക്ക് കപ്പലിൽ ഉള്ളതിനും ഇരട്ടി വസ്തുക്കളാണ് മറ്റൊരു ചരക്ക് കപ്പലുണ്ടായത്. അത് ഇപ്പോഴും അവിടെ ആ അപകട സ്ഥിതിയിൽ നിന്നും മോചനമായിട്ടില്ല. അവിടെ ഇപ്പോഴും ഈ തീയണക്കൽ പരിപാടികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ.
എങ്ങനെയാണ് കൊച്ചിയിൽ ഈ വിഷയം ചർച്ചയാകുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണ്? സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പൽ അടിഞ്ഞത് ഏകദേശം 140 കണ്ടെയ്നറുകളുമായിട്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം കൊച്ചി ഹാർബർ എന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപണിയാണ്. കൊച്ചിയുടെ ഒരു മത്സ്യസമ്പത്ത് തന്നെയുള്ള ഒരു മേഖലയാണ്. അവിടേക്കാണ് ഇത്തരത്തിലൊരു കപ്പൽ അപകടം ഉണ്ടാകുന്നത്, അതുവഴി വ്യാജ പ്രചരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് ട്രോളിങ്ങിന് നിരോധനവും ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ട്രോളിങ്ങും വന്നു, അതോടൊപ്പം തന്നെ ബന്ധനത്തിനുള്ള തടസ്സവും ഉണ്ട് നിങ്ങൾക്ക്. അതുകൂടാതെയാണ് ഈ കപ്പൽ അപകടവും സംഭവിച്ചത്. അപ്പോൾ അതിനിടയ്ക്കൊക്കെയുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു? ഈ കപ്പൽ അപകടം സംഭവിച്ചപ്പോൾ ഇവിടുത്തെ മീറ്റിൻ്റെ കച്ചവടം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഒരു 30% കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ തീരദേശ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലകളിലൊക്കെ ഈ യൂട്യൂബിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ന്യൂസുകൾ വന്നേക്കണോണ്ട് ആ മേഖലകളിലൊക്കെ ആൾക്കാർ ഇത് മേടിക്കാണ്ടായി കുറച്ച് പേര്. പക്ഷെ ഇവിടെ ഒരു പരിപാടിയൊക്കെ നടത്താനുണ്ടായി. മീൻ വെച്ച് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് നമ്മളും കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ബോധവൽക്കരണം കാര്യങ്ങളും നടത്തി. പക്ഷേ കപ്പൽ മുങ്ങായിട്ട് ബന്ധപ്പെട്ട് മീറ്റിന് വേറെ വിഷാംശമോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളിവിടെ തീരദേശമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ മുതൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലകളിലേക്ക് ആൾക്കാർ ഇങ്ങനെ ഈ പ്രചരണം വന്നപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കച്ചവടത്തിൽ ബാധിച്ചു. മീനുകൾ കയറ്റി അയക്കുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനൊന്നും ബുദ്ധിമുട്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ എടുത്തേക്കണൊക്കെ ചിരക്കൊക്കെ എല്ലാം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇറക്കികളാണ് എടുത്തിട്ടേക്കണം. അങ്ങനെ നമുക്ക് കമ്പനിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ആൾക്കാർ പരത്തിയേക്കണ കുറച്ച് റൂമറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മീറ്റിന് യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും കഴിക്കുന്നത്. കച്ചവടമൊക്കെ നിന്ന് പോയോ? ഇതിപ്പോ കഴിഞ്ഞ ദിവസത്തെ കച്ചവടങ്ങളൊന്നും നിന്നില്ല. മീറ്റിന് പിടിക്കുന്നില്ല. ഇങ്ങനെ ഒരു കുറവ് സംഭവിച്ചു. 10-30% ആൾക്കാർ തെറ്റിദ്ധാരണ കൊണ്ട് ഇപ്പം അത് പിന്നെയും കയറി വന്നിട്ടുണ്ട്. ആ ഒരു കുറവ് സംഭവിച്ചു. കിഴക്കോട്ടാണ് കൂടുതലും ബാധിച്ചേക്കണത്. ഈ നമ്മുടെ പത്തനംതിട്ട ആ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അവരെ ആൾക്കാർ കൂടുതൽ ന്യൂസുകളിൽ പറയണല്ലേ കേൾക്കുള്ളൂ. അങ്ങനെ ഒരു കച്ചവടത്തിനൊരു ഇത് വന്നിട്ടുണ്ട്. ശരി ഷീന, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അത് എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം 2 ചരക്ക് കപ്പലുകളാണ് കേരള തീരത്തിന് സമീപം ഒരു 15 ദിവസത്തെ ഇടവേളകളിൽ മുങ്ങിയിരിക്കുന്നത്. ഈ മത്സ്യം കഴിക്കരുത് എന്നുള്ളൊരു പ്രചരണം ഒരു വശം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ നമ്മുടെ മത്സ്യസമ്പത്തിനെ, നമ്മുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയൊക്കെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയേറെ രാസവസ്തുക്കളാണ് ഈ കടലിലേക്ക് ഡംപ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് തന്നെ ആ കണ്ടെയ്നറുകളിലേക്ക് തീ കുറച്ച് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള രാസവസ്തുക്കൾ എത്രത്തോളം ഭീകരമാണെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാം. മീനുകളൊക്കെ ഒരു ഭാഗത്തു നിന്നും കൂട്ടത്തോടെ അവിടെ നിന്നും ഓടി മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വരുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ പറയുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഉപജീവന മാർഗമാണ്. അവർക്ക് ഇതല്ലാതെ മറ്റൊരു തൊഴിലില്ല. അവരുടെ തൊഴിലിനെ മോശമായി ബാധിക്കുന്നത് ഭയങ്കര വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളും ഈ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിലവർ ആശങ്കാജനകവുമാണ് അവരുടെ കാര്യങ്ങളൊക്കെ. അവർ ആശങ്കാകുലരാണ്. അവരുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനും കോഴിക്കോട് നിന്ന് ലിനറ്റും ഒപ്പം കൊല്ലത്ത് നിന്ന് ഷമീറുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.